കർത്താവിൽ ബ്രഹ്മദൃഷ്ടി വച്ചു പുലർത്തുക എന്നുള്ളതാണ് ഏറ്റവും ലളിതമായി പറഞ്ഞാൽ സമാധി. കേൾക്കുമ്പോൾ വളരെ എളുപ്പമാണ്. ഇതിന് ഏറ്റവും മനോഹരമായി പറയാവുന്നത് യാജ്ഞിക സങ്കല്പത്തിലാണ്. ഏതൊന്ന് കർമ്മമായി അർപ്പിക്കുന്നു അത് ബ്രഹ്മമാണെന്നും അർപ്പിക്കുമ്പോഴുണ്ടാകുന്ന ഹവിസ് ബ്രഹ്മമാണെന്നും അർപ്പിക്കുന്നവൻ ബ്രഹ്മമാണെന്നും എല്ലാ കർമ്മങ്ങളിലും നിരന്തരമായ ഭാവന യാതൊരാളിൽ നിലനിൽക്കുമോ അയാൾ സമാധിയിലാണ്. വാസനകൾ, ബന്ധങ്ങൾ ഇവയൊക്കെ ഉണ്ടെങ്കിൽ, അജ്ഞാനം അല്പമെങ്കിലും ഉണ്ടെങ്കിൽ ഇത് അസാധ്യമാണ്. സാമ്പ്രദായികമായ അറിവുകൊണ്ട് നിരന്തരമായ ശ്രവണമനന നിധിധ്യാസനം കൊണ്ട് ഈ അവസ്ഥയിലെത്തുന്നുണ്ട്. ഭാഗ്യം കൊണ്ട്, പൂർവജന്മ പുണ്യം കൊണ്ട് ചിലരെത്താറുണ്ട്. ക്രമമായ അനുഷ്ഠാന വിശേഷങ്ങൾ കൊണ്ട് ചിലർ ഈ അവസ്ഥയിലെത്താറുണ്ട്. അതുകൊണ്ട് ഇതിനെ രണ്ടായി തിരിക്കാം. സാമ്പ്രദായികം, സാമ്പ്രദായികേതരം. സാമ്പ്രദായികേതരമായി അവസ്ഥയിലെത്തുമ്പോൾ വ്യക്തിയുടെ അനുഭൂതി സമാധിയാണെങ്കിലും, വ്യക്തി പുണ്യശ്ലോകനാണെങ്കിലും അയാളെ അവലംബിച്ചുണ്ടാകുന്ന ഒരു സമൂഹം ഹിംസാത്മകമായി മാറുന്നതായാണ് ലോകമെമ്പാടും കണ്ടുവരുന്നത്. തത്വമാണ് നിങ്ങളോട് പറഞ്ഞു തരേണ്ടത്. എങ്കിലും മര്യാദയിൽ ഈ രണ്ട് തലമുണ്ട്. എങ്ങനെയാണ് ഈ തത്വത്തിലെത്തുന്നത്? സാമ്പ്രദായികമായി ബാധ സാമാന്യ അധികരണമെന്ന പ്രക്രിയയാണ് ഇതിനുള്ള വഴി. മങ്ങിയ വെളിച്ചത്തിൽ പാമ്പിനെ കണ്ടു ഭയക്കുന്ന ഒരാൾ ഓടുമ്പോൾ വെളിച്ചവുമായി വരുന്ന ഒരാൾ ആ വെളിച്ചം കാണിച്ചത് പാമ്പല്ല, വ്യക്തമായും കയറാണ് എന്ന് ബോധിക്കുമ്പോൾ തന്നെ ബാധിച്ച അജ്ഞാനം മാറുകയും സാമാന്യത്തിൽ സത്യം ബോധ്യമാവുകയും ചെയ്യും. പിന്നീട് വീണ്ടും അതിലെ വരുമ്പോൾ പാമ്പിനെ കണ്ടാലും അനുഭവമുണ്ടായതുകൊണ്ട് ഭയമുണ്ടാവില്ല. ശ്രുതിയെ അവലംബിച്ച് തത്പദത്തിൻ്റെയും ത്വംപദത്തിൻ്റെയും അസിപദത്തിൻ്റെയും ശ്രവണ മനന നിധിധ്യാസനാപൂർവകമായ അറിവുകൊണ്ട് ഉറച്ചു ബോധ്യപ്പെടുമ്പോൾ സർവം ബ്രഹ്മമെന്ന് അനുഭൂതമാവും. ഇതിനെയാണ് സമാധി എന്ന് പറയുന്നത്. സമാധിയെ നിശ്ചയദാർഢ്യത്തോടുകൂടി പോകുന്ന നിയത ജീവിതമുള്ളവർക്കാണ് പറഞ്ഞിരിക്കുന്നത് സാമ്പ്രദായികമായി. ആഹാരത്തെ നിയതമായി നിയന്ത്രിച്ച് പ്രാണലയം വരുത്തി ഈ അവസ്ഥയിലെത്തുന്നവരുണ്ട്. അതാണ് പൊതുവെ എളുപ്പം. അതുകൊണ്ടാണ് ആദ്യം അത് പറഞ്ഞത്. ആഹാരം ശുദ്ധമായാൽ പ്രാണൻ ശുദ്ധമാവും. കാരണം ആഹാരം ദഹിപ്പിക്കുന്ന അഗ്നിക്ക് പ്രാണൻ ആവശ്യമനുസരിച്ച് ചെല്ലുകയും അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന മാലിന്യങ്ങളെ പുറത്തു തള്ളുവാനുള്ള അപാനൻ സ്വച്ഛന്തമാവുകയും ചെയ്യുമ്പോൾ പ്രാണാപാനങ്ങളിൽ ഒരാഹൂതി സംഭാവ്യമാവും. ശുദ്ധമായ ആഹാരം. ആഹാരമെന്ന് പറയുമ്പോൾ ആഹ്രിയന്ത ഇത്യാഹാര. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധമെന്ന 5 ആഹാരങ്ങളും കഴിക്കുന്ന ആഹാരവും. ഇവയ്ക്കെല്ലാം ജാതി, നിമിത്തം, ആശ്രയമെന്ന 3 ദോഷങ്ങളുണ്ട്. ഏത് ഗുണത്തിൽപ്പെട്ട ആഹാരം അതാണ് അതിൻ്റെ ജാതി. അതിൽ പലതും വന്ന് വീഴുന്നതൊക്കെ നിമിത്തങ്ങളാണ്. ആശ്രയദോഷം ഉള്ള ആഹാരം. ഓരോ ആളും ആഹാരത്തിൻ്റെ അസംസ്കൃത പദാർത്ഥത്തിൽ കർമ്മമർപ്പിക്കുമ്പോൾ മനസ്സതിനോടൊപ്പം ഉള്ളതുകൊണ്ട് ആശ്രയമുള്ളതാണ്. ഉത്തമഭാവങ്ങൾ ഉള്ളതായിരിക്കണം.
ഇങ്ങനെ നിയതമായ ആഹാരം ശീലിച്ചാൽ പ്രാണൻ സ്വച്ഛന്തമാവുകയും കൈപ്പിടിയിലാവുകയും ചെയ്യും. പ്രാണലയം കൊണ്ട് ഈ സമാധി ആഹാര നിയന്ത്രണത്താൽ അനുഭവിക്കാം. പ്രാണനെ അപാനനിലും അപാനനെ പ്രാണനിലും യജിച്ച് ഈ അനുഭൂതി ഉണ്ടാക്കാം. അതിന് പൂരക രേചക കുംഭകങ്ങളിൽ ശ്രദ്ധ വേണം. ബാഹ്യാഭ്യന്തര കുംഭകങ്ങളെ അറിയണം. ഈ അനുഭൂതി കേവല കുംഭകത്തിലാണ് അറിയുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുന്നവർക്ക് അനുഭൂതമാകുന്നതാണ്. ഇതും ഒരു പദ്ധതിയാണ്. സ്വാധ്യായം കൊണ്ട് ഈ സമാധിയിലെത്താം. വൈദിക പഠനമൊക്കെ കഴിഞ്ഞ് ഗുരുകുലത്തിൽ നിന്ന് പോകുമ്പോൾ കുലപതി വിദ്യാർത്ഥിക്ക് ഉപദേശം കൊടുക്കുമ്പോൾ സ്വാധ്യായാന്മാ പ്രമദഃ, സ്വാധ്യായം ഒരിക്കലും ഉപേക്ഷിക്കരുത്. സ്വാധ്യായം പോലെ തന്നെ ജ്ഞാനയോഗം കൊണ്ട്, പ്രവചനം കൊണ്ട് ഇതനുഭവിക്കാം. നിരന്തരമായി സ്വാധ്യായം ചെയ്യുമ്പോൾ തത്പദം, തൊമ്പദം, അസിപ്പദം ഇവയുടെ ശ്രവണ മനന നിധിധ്യാസനാപൂർവകമായ അർത്ഥം ബോധ്യമാവും. അതാണ് ജ്ഞാനികൾ സ്വീകരിച്ചിട്ടുള്ള വിചാരമാർഗം. വൈദികിയെ ആശ്രയിച്ച് ശ്രവണം ചെയ്യണം. ഉപനിഷത്ത് ശ്രവണം തന്നെ അനിവാര്യമാണെന്നാണ് മതം. മറ്റൊരു മാർഗം യോഗമാർഗമാണ്. അസ്മാദൃശ്യനായ ഒരനുഭൂതി സമ്പന്നന്റെ, ഒരു മഹായോഗിയുടെ യോഗശാസ്ത്രത്തിന്റെ അന്തർമണ്ഡലത്തിൽ നിന്നുകൊണ്ട് നോക്കിയാൽ യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. യമം എന്നത് അനുഷ്ഠിക്കുവാൻ തുടങ്ങുമ്പോൾ തന്നെ ആനുപാതിക സമാധി നിങ്ങൾ അനുഭവിക്കും. അഹിംസ എങ്ങനെ ഈ കാലഘട്ടത്തിൽ പറ്റും? ചിന്തയിൽ, വാക്കിൽ, മനസ്സിൽ അഹിംസ പുലർത്താൻ കഴിയുക. അഹിംസയുടെ അത്യുന്നതാവസ്ഥയിലേക്ക് ഒരു വ്യക്തി എത്തുമ്പോൾ അയാളുടെ സവിധത്തിലൊന്നും ഹിംസയുടെ ഒരു അംശവും ഉണ്ടാവില്ല. അഹിംസ സത്യം. ലൗകിക സത്യങ്ങൾ പറയാൻ എളുപ്പമാണ്. ആത്മസത്യമാണ് ബോധ്യപ്പെടാൻ സമയമെടുക്കുന്ന മായാവൃതമാകൊണ്ട്. ഒന്നും നിവർത്തിക്കാനില്ല, നിവർത്തമാണ്. ഒന്നും പുതുതായി ചെല്ലാനില്ല, സത്യമാണ് ആത്മാവ്. അതിൻ്റെ മറ, അതിനാണ് ക്ലേശം. ലൗകിക സത്യങ്ങളോ ഒന്നും അനുഷ്ഠിക്കാൻ അത്ര വിഷമമില്ല. എന്നിട്ടും ലൗകികമായി കള്ളം പറയേണ്ട ഒരു കാലം. അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, അഷ്ടമൈഥുന ത്യാഗം, അപരിഗ്രഹം, എന്തെങ്കിലും സ്വീകരിക്കുക എന്നത് ത്യജിക്കാൻ, ആ ബോധം ത്യജിക്കാൻ. ഇത്രയും പരിശീലിക്കുമ്പോൾ തന്നെ ഒരാനുപാതിക സമാധി അയാൾ അനുഭവിക്കുന്നുണ്ട്. സന്തോഷം, ശൗചം മുതലായ നിയമങ്ങൾ അനുസരിക്കുമ്പോഴും ആനുപാതിക സമാധിയുണ്ട്. ഇന്ദ്രിയങ്ങളുടെ ഓട്ടവും കർമ്മേന്ദ്രിയങ്ങളുടെയും ജ്ഞാനേന്ദ്രിയങ്ങളുടെ ഓട്ടവും മനസ്സിൻ്റെ തണ്ടലിൽ നിർത്തി ഒരല്പനേരം ക്ഷിപ്തങ്ങളില്ലാതെ, വിക്ഷിപ്തങ്ങളില്ലാതെ ചിത്തനിരോധത്തിലിരിക്കാൻ കഴിഞ്ഞാൽ ആനുപാതിക സമാധിയായി. ഇതെല്ലാം ആനുപാതികമാണ്. പ്രത്യാഹരിക്കാൻ കഴിഞ്ഞാൽ, വിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ പിൻവലിക്കാൻ കഴിഞ്ഞാൽ, വിഷയങ്ങളിലേക്ക് ചരിക്കുന്നതാണ് ചരഭക്ഷണയോഹോ ഇന്ദ്രിയങ്ങൾ. അതിനു പകരം
ആത്മാവിലേക്ക് മനസ്സിനെ ഉയർത്തി വിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ ഒന്നിരുന്ന് നോക്കുക. ക്ഷിപ്തമില്ലാതെ പറ്റുമോ എന്ന് പ്രയാസമാണ്. പിൻവലിക്കാൻ കഴിഞ്ഞാൽ ചെറിയ അളവിൽ ഈ സമാധി അനുഭവിക്കും. വ്യഗ്രമാണ് ചിത്തം, ബഹുശ്രുതനാണ് ഈ ചിത്തം, ദൗർബല്യമുള്ളതാണ് ഈ ചിത്തം. അതുകൊണ്ട് അടങ്ങിയിരിക്കുകയൊന്നുമില്ല. അതുകൊണ്ട് അതിനെ ഏക വിഷയത്തിൽ, ബ്രഹ്മത്തിൽ ധരിക്കാനിടയായാൽ കുറച്ചുകൂടെ കൂടിയ അളവിൽ സമാധിയായി. മനസ്സ് നിർവിഷയമായാൽ, മൃതമായാൽ, ധ്യാനാത്മകമായാൽ സമാധി അനുഭവമായി. മുമ്പ് പറഞ്ഞ എല്ലാം ബ്രഹ്മമാണെന്നുള്ളൊരു അനുഭൂതിയിൽ സമമായാൽ, വിഷമ ഇല്ലാതായാൽ യോഗശാസ്ത്രപ്രകാരം സമാധിയായി. ഈ വഴിയിലും ഈ തത്വത്തിലെത്താം.